നമ്മൾ ഇന്ന് ഒരു പുതിയ വേദ ക്ലാസ് സീരീസ് ആരംഭിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നും പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും കവർ ചെയ്യുവാനുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഇനി ഓരോ വാക്യത്തിൻ്റെയും, പുതിയ നിയമത്തിലെ ഓരോ വാക്യത്തിൻ്റെയും വ്യാഖ്യാനം ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി നമ്മൾ ഫിലിപ്പിയ ലേഖനവും കൊളോസി ലേഖനവും തുടർച്ചയായിട്ട് രാവിലെ ദിവസം ധ്യാനിക്കുന്നതായിരിക്കും. ഇന്ന് നമുക്ക് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് പോകാം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഈ പ്രാവശ്യവും ഡയറക്റ്റ് നമ്മൾ വാക്യത്തിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ ഒരൊറ്റ പശ്ചാത്തലം മാത്രം വളരെ പ്രസക്തമാണ്. ആ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് ജയിലിൽ കിടന്നുകൊണ്ടാണ് ഇത് എഴുതുന്നത് എന്നുള്ളതാണ് ആ പശ്ചാത്തലം. ഈ ജയിലിൽ കിടക്കുന്ന പൗലോസിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, ജയിൽ ജീവിതത്തെ പൗലോസ് നേരിടുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ കഷ്ടങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ മോഡിഫൈ ചെയ്യുന്നത്, മോൾഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ശുദ്ധീകരണമാണ് ഒരു മനുഷ്യൻ നടക്കുന്നതെന്ന് നമുക്ക് പൗലോസിന്റെ ലൈഫ് വെച്ച് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് തുടങ്ങാം. 1-ാം വാക്യത്തിൽ ഈ ലേഖനം എഴുതിയിരിക്കുന്ന ആരാണ് എന്ന് പ്രസ്താവിക്കുന്നുണ്ട്. പൗലോസും തിമോത്തിയോസും കൂടിയാണ് ഇത് എഴുതുന്നത്. എങ്കിലും പൗലോസിന്റെ പേരിൽ അതിന്റെ ക്രെഡിറ്റ് വരികയുള്ളൂ, കാരണം ഇറ്റ് ഈസ് വിത്ത് പോൾസ് അപ്രൂവൽ. തിമോത്തിയോസ്, പൗലോസ് ഇവർ രണ്ടുപേരും കൂടെ ആണ് എഴുതുന്നത്. ഒരു പക്ഷേ തിമോത്തിയോസ് പൗലോസിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ജയിലിൽ വന്നപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അവരൊന്നിച്ച് പ്രസവനിലായിരിക്കാം. ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടി എഴുതുന്നത്. അപ്പം ഫിലിപ്പിയിൽ ആരൊക്കെയുണ്ട്? അനേകം വിശുദ്ധന്മാരുണ്ട്, അധ്യക്ഷന്മാരുണ്ട്, ശുശ്രൂഷകന്മാരുണ്ട്. എല്ലാവർക്കും കൂടിയാണ് എഴുതുന്നത്. അപ്പോൾ ഒരു പാസ്റ്റർ അല്ല അവിടെ ഇരിക്കുന്നത്, ഒരു പാസ്റ്റർ ഇരിക്കുന്നതായിട്ടല്ല നമ്മൾ കാണുന്നത്. അനേകം ശുശ്രൂഷകരും അധ്യക്ഷന്മാരും എല്ലാം ഉണ്ട്. അവർക്കെല്ലാം വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ സഭകളുടെ സ്ട്രക്ചറെ ആയിരുന്നില്ല അന്നുള്ള സഭകളുടെ സ്ട്രക്ചർ എന്നുള്ളതാണ്. അവിടെ സകല വിശുദ്ധന്മാർക്കും, ഫിലിപ്പിയയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകർക്കും കൂടി എഴുതുന്നത്. അപ്പൊ എത്ര സഭകൾ ഉണ്ടാവും? അധ്യക്ഷന്മാർ എത്രയുണ്ടോ അത്രയും സഭകൾ ഉണ്ടാകും. ഒരു സഭയിൽ ഒരു അധ്യക്ഷനെ ഉണ്ടാവുകയുള്ളൂ. അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ആ സഭയെ മെന്റർ ചെയ്ത് കൊണ്ടുപോകുന്ന, ലീഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഫിലിപ്പിയിലുള്ള സകല വിശ്വാസികൾ, ഫിലിപ്പിയ പട്ടണത്തിൽ ഉള്ള സകല വിശ്വാസികളും വിശുദ്ധന്മാർ. അപ്പൊ ഫിലിപ്പിയിലുള്ള അനേകം ചെറിയ സഭകളായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരുടെ ഭവനത്തിൽ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് കൂടുന്ന ഒരു കാലമായിരുന്നു അത്, നമുക്കറിയാം. അപ്പോൾ സഭ എന്ന് പറയുന്നത് വിശ്വാസികൾ കൂടി വരുന്നതാണ്. അവിടെ അനേകം ശുശ്രൂഷകന്മാരും അധ്യക്ഷന്മാരും ഉണ്ട്. ഇതൊരു സഭ, പിന്നെ വിശുദ്ധന്മാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അനേകം ആളുകൾ കടന്ന് ഫ്രീ ആയിട്ട് ഒരു സ്ട്രക്ചറോ എന്താ പറയുക, ഒരു സെൻട്രലൈസ്ഡ് കമാൻഡോ ഒന്നും ഇല്ലാതെ ആണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത്. ഓക്കെ. അപ്പോൾ സാധാരണ പറയുന്ന പോലെ തന്നെ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടി എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ഈ കൃപയും സമാധാനവും എന്നുള്ളത് ഒരു കോമൺ ക്രിസ്ത്യൻ ഗ്രീറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. എന്താണ് ഈ കൃപ എന്നുള്ള കാര്യം നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. ആ കൃപ എന്ന് പറയുന്നത് ശരിക്കും അർഹതയില്ലാത്ത ദാനം വർദ്ധിക്കട്ടെ എന്നല്ല പറയുന്നത്. ക്രിസ്തുവിന്റെ മുഖത്തുള്ള തേജസ് നമ്മളിൽ വിളങ്ങത്തക്കവണ്ണം ആന്തരികമായ ഒരു വളർച്ചയിലൂടെ നിങ്ങൾ പോകട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശിച്ചിട്ട് നിങ്ങൾ ക്രിസ്തുവിന്റെ തേജസ് ഉള്ളവരായി മാറട്ടെ എന്നുള്ളതാണ് ആശംസ. അത് മേൽക്കുമേൽ നമ്മൾ പ്രാപിക്കുന്നതാണ്. ദിവ്യ എന്താ പറയുന്നത്, ആ സ്വഭാവത്തിന്, നേച്ചറിന് നമ്മൾ കൂട്ടാളികളായിത്തീരുന്ന ഈ പ്രോസസ്സിൽ നാം ക്രിസ്തുവിന്റെ തേജസ് ഓരോ ദിവസവും നമ്മൾ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ആ കൃപ നമ്മളിൽ പെരുകട്ടെ എന്നുള്ളതാണ്. ദാറ്റ് ഗ്രേസ്ഫുൾനെസ്, ദ ഗ്രേസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ കൃപ, ക്രിസ്തുവിന്റെ തേജസ്സാണ്. ക്രിസ്തുവിന്റെ കൃപ എന്തൊരു കൃപയാണ് എന്ന് പറയുന്നത്, എന്തൊരു തേജസ്സാണ്, എന്തൊരു അലൗകികമായ, അഭൗമമായ, മാനുഷികമല്ലാത്ത ദൈവികമായ തേജസ്സാണ് ക്രിസ്തുവിന്മേൽ ഉണ്ടായിരുന്നത്.
ആ തേജസ് നിങ്ങളിലും വർദ്ധിക്കട്ടെ, നിങ്ങളും അങ്ങനെ ആയിത്തീരട്ടെ എന്നാണ് ആശംസയുടെ പ്രധാനപ്പെട്ട പോയിന്റ്. കൃപ വർദ്ധിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കേണ്ടത് അതാണ്. ക്രിസ്തുവിന്റെ മുഖത്ത് കണ്ട തേജസ്, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ആദിജാതനായ അവന്റെ തേജസ്സായി കൃപയും സത്യവും നിറഞ്ഞതായി കണ്ടു എന്ന് പറയുന്നില്ല. കൃപ, തേജസ്സിന്റെ റിഫ്ലക്ഷനായ കൃപ, ദൈവത്തിന്റെ ദാനം നമ്മളിലെല്ലാം നിറഞ്ഞു വരട്ടെ. അപ്പൊ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ പ്രസന്റേഷനും നമ്മുടെ കോണ്ടക്റ്റും എല്ലാം യേശുക്രിസ്തുവിന്റെ ആ മുഖത്ത് കണ്ട, യേശുക്രിസ്തുവിൽ ഇവർ കണ്ട കൃപ, ആ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ആ ഒരു കൃപ നമ്മളിൽ എല്ലാവരും ഓരോ ദിവസവും ചെല്ലുന്തോറും നിറഞ്ഞു വരട്ടെ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ക്രിസ്തുവിലായവർ ഓരോ ദിവസവും മുൻപോട്ട് ചെല്ലുന്തോറും ആ ക്രിസ്തുവിനോടുള്ള ഐക്യത്തിൽ അവനെ പോലെയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകട്ടെ എന്നാണ് ശരിക്കും ഈ ആശംസയുടെ പ്രധാനപ്പെട്ട അർത്ഥം. നമ്മൾ എപ്പോൾ വായിക്കുമ്പോഴും അത് ആഗ്രഹിക്കണം. അപ്പോസ്തലന്മാർ ആഗ്രഹിച്ചത്, നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചു, അത് തന്നെയാണ് നമ്മളെല്ലാവരും യേശുക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെട്ട് പിതാവിൻ്റെ അടുക്കൽ പ്രസന്റ് ആകണമെന്നുള്ളതാണ്. സമാധാനം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ളതാണ്. മനുഷ്യരുമായി സമാധാനം നമ്മൾ ആചരിക്കേണ്ടതാണ്. ദൈവവുമായിട്ടാണ് നമുക്ക് സമാധാനം വർദ്ധിച്ചത്. എന്നാൽ ഈ സമാധാനം മനുഷ്യരുമായും നമ്മൾ പുലർത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് ദൈവികമായ സമാധാനമാണ്. The peace that the Lord gave, we have to share and build this peace around us. നമ്മുടെ ചുറ്റും ഈ സമാധാനം നിർമ്മിക്കപ്പെടണം. ഈ സമാധാനം നമ്മൾ സൃഷ്ടിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ എവിടെ ചെന്നാലും വഴക്കാളികളായിട്ട് മാറരുത്. നമ്മൾ എവിടെ ചെന്നാലും പരാതിക്കാരായി മാറരുത്. നമ്മൾ കുശുമ്പുള്ളവരായിട്ട് മാറരുത്. ഈ ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ ചെറിയ തെറ്റുകൾ കണ്ടുപിടിച്ച് അവരോട് പോരാടുന്നവരായിട്ട് മാറരുത്. നമ്മൾ എല്ലാവരുടെയും ഹൃദയത്തിൽ സമാധാനം കൊടുക്കുന്നവരായി മാറണം. നമ്മൾ ആരെയും അജിറ്റേഷനിലോട്ട് നയിക്കുന്നവരാകാതെ എല്ലാവരുടെയും ഉള്ളിൽ സമാധാനം കൊടുക്കുന്നവരും നമ്മളോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം ഉണ്ടാകത്തക്ക രീതിയിൽ ഇടപെടുന്നവരും ആകണം. നമ്മളോട് സംസാരിച്ചിട്ട് പോയിട്ട് അയ്യോ ഇവനോട് സംസാരിച്ച് അബദ്ധമായി പോയല്ലോ എന്ന് ആരും ചിന്തിക്കാൻ ഇടവരരുത്. ഓക്കെ. അപ്പോൾ ഈ എന്താ പറയുന്നത്, ആ ഒരു സമാധാനം നമ്മളിൽ വർദ്ധിക്കണം. നമ്മളിൽ സമാധാനം ഉണ്ടാക്കുന്ന സ്വഭാവം, സമാധാനത്തോടുള്ള ഇടപെടൽ, ശരിക്കും ദൈവം നമുക്ക് തന്ന സമാധാനമാണ്. നമുക്ക് ദൈവത്തിന് മുമ്പിൽ സ്വസ്ഥമായ ധാരാളമായ പ്രവേശനമുണ്ട്. ആ ധാരാളമായ പ്രവേശനം നമുക്ക് കർത്താവ് തന്നിരിക്കുന്നു. അതുകൊണ്ട് എന്താ പറയുന്നത്, ആ സമാധാനം നമ്മൾ ദൈവം നമ്മൾ എങ്ങനെ കൈക്കൊണ്ടോ അതേ രീതിയിൽ നമ്മൾ മറ്റുള്ളവരെയും കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മൾ മുൻപ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആശംസയോട് കൂടിയാണ് ഫിലിപ്പിയ ലേഖനം തുടങ്ങുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആശംസ എന്ന് പറയുന്നത് കൃപയും സമാധാനവും. ഇത് സ്റ്റാൻഡേർഡ് ഗ്രീറ്റിംഗ്സ് ആണ്. നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൃപയും സമാധാനവും ആശംസിക്കാൻ സാധിക്കും. ഓക്കെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാ പ്രാർത്ഥനയിലും ഒരു പ്രത്യേകതയുണ്ട്. സന്തോഷത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ സന്തോഷത്തോടെയാണ് പ്രാർത്ഥിക്കുന്നതും വിഷമത്തോടെ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് ചിലപ്പോൾ വിഷമത്തോടെ പ്രാർത്ഥിക്കേണ്ടി വരും? എപ്പോഴാണ് നമ്മൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഈ സ്ക്രീനിൽ കാണാവുന്ന സഹോദരങ്ങളെ ഓർത്ത്, അവരെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷത്തോടെയാണോ പ്രാർത്ഥിക്കുന്നത് അതോ വിഷമിച്ചാണോ പ്രാർത്ഥിക്കുന്നത്? ഈ വിഷമിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ എന്തെങ്കിലും ഉപദ്രവമോ കഷ്ടമോ പ്രയാസമോ ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ പറയും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ അതിനകത്തൊരു ഒരു വിഷമത്തോടെ നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്ന എപ്പോഴാണ്? നമുക്ക് എന്താ ആ ആളുകളെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ പ്രസാദമുള്ളപ്പോഴാണ്. അപ്പൊ പൗലോസിന് ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളെ ഓർത്ത് സന്തോഷത്തോടെ കർത്താവിന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഫിലിപ്പിയയിലെ സഭ പൗലോസിനെ വല്ലാതെ ഇംപ്രസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് നമുക്ക് ആ ലേഖനത്തിൽ മുഴുവൻ കാണാൻ പറ്റും. ഫിലിപ്പിയ സഭയോട് പൗലോസ് സംസാരിക്കുന്ന ഭയങ്കര സ്നേഹത്തോടെയാണ്. അത് മാത്രമല്ല അവരെ അംഗീകരിച്ചുകൊണ്ടാണ്. അവരുടെ സഭ കൊരിന്ത് സഭയിൽ നമ്മൾ കാണുന്ന ഭാഷയല്ല ഇവിടെ നമ്മൾ കാണുന്നത്. റോമാ സഭയിലാണെങ്കിൽ അവരൊരു പരിചയമില്ല, കാര്യമായിട്ട് പരിചയമില്ല, വളരെ കുറച്ച് പരിചയമേ റോമാ സഭയെ കുറിച്ചുള്ളൂ. എന്നാൽ ഫിലിപ്പിയ സഭയിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള അടുപ്പമുണ്ട്, അറിയാം എന്ന് മാത്രമല്ല കൊരിന്ത് സഭയിൽ നല്ലവർ അറിയാം, പക്ഷെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് ലേഖനം എഴുതുന്നത്. എന്നാൽ ഫിലിപ്പിയ ലേഖനത്തിൽ വളരെ സ്നേഹത്തോടെയാണ് എഴുതുന്നത്. കാരണം ഫിലിപ്പിയരുടെ ലൈഫ് അങ്ങനെയായിരുന്നു. അത് ശരിക്കും ഒരു
ഒരു എന്താ പറയുന്നത്, അപ്പോസ്തലനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈഫായിരുന്നു അവിടെ ഫിലിപ്പിയ സഭയ്ക്ക് ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ കമൻഡബിൾ അച്ചീവ്മെന്റ്. ശരിക്കും പൗലോസിന് ഭയങ്കര സന്തോഷമായിരുന്നു അവർ ഓർക്കുമ്പോൾ. ജയിലിൽ കിടക്കുമ്പോഴും പൗലോസിനെ സന്തോഷിപ്പിക്കാൻ അവരുടെ വിശ്വാസത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിക്കും. അപ്പൊ നമ്മുടെ ശുശ്രൂഷകരും നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മളെ ഓർക്കുമ്പോൾ നമുക്ക് വേണ്ടി സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റണം. അപ്പൊ നിങ്ങൾ പറയും, എന്തെങ്കിലും വേദനയോ പ്രയാസം വരുമ്പോൾ എങ്ങനെയാ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നത്? ആ സങ്കടത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആ സങ്കടത്തെക്കുറിച്ചോ സന്തോഷത്തെക്കുറിച്ചോ അല്ല. നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതല്ല നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം. നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം നമ്മൾ ആവശ്യത്തിന് ആരോഗ്യവും പണവും ഒക്കെ ഉണ്ടായിട്ട് സ്വസ്ഥമായിരിക്കുകയാണോ എന്നല്ല. നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം നമ്മുടെ വീണ്ടെടുപ്പാണ്. ആ വീണ്ടെടുപ്പിന്റെ സന്തോഷമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ സന്തോഷം എന്താ പറയുന്നത്, അത് ഒരാളുടെ ആത്മീക വളർച്ച കാണുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്. എനിക്ക് അങ്ങനെ പലരെയും നോക്കി സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും മറ്റുള്ളവരെ, ശുശ്രൂഷകരെ സന്തോഷിപ്പിക്കുന്നത് അവർക്ക് ചായ മേടിച്ചു കൊടുത്തും വീട്ടിൽ സൽക്കരിച്ചൊന്നുമല്ല. ആ ആത്മീക വളർച്ചയാണ്, ഓരോരുത്തരിലും കാണുന്ന ആത്മീക വളർച്ചയാണ് യഥാർത്ഥ സന്തോഷത്തിന് കാരണമാകുന്നത്. ഓക്കെ, ഇനി അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ ഈ സന്തോഷത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് രക്ഷയിലുള്ള പ്രത്യാശയെക്കുറിച്ചാണ്. എന്താണ് രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശ? രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശ എന്ന് പറയുന്നത് നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ഒരു കർത്താവ് അതിനെ തികയ്ക്കുമെന്നുള്ളതാണ്. അത് നമ്മുടെ തലയിലോട്ട് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രത്യാശയുടെ ധൈര്യത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഓരോ ദിവസവും പലപ്പോഴും ഇങ്ങനെ ഈ ഒരു ഫാൾസ് ആയിട്ടുള്ള ധൈര്യം എന്റെ പ്രവൃത്തിയിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് പല ആളുകൾക്കും രക്ഷയിൽ ഫാൾസ് ആയിട്ടുള്ള ഒരു ധൈര്യമുണ്ട്. ഇന്ന് പല ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഞാൻ പോകാൻ റെഡിയാണെന്ന് പറയുന്ന ആളുകൾ പലരും ഊന്നിയിരിക്കുന്നത് അവരുടെ സൽപ്രവൃത്തികളിലാണ്. അപ്പൊ അവരുടെ തന്നെ സൽപ്രവൃത്തികളിൽ ഊന്നിക്കൊണ്ട് അവര് വിശ്വസിക്കുകയാണ്, ഈ പ്രവൃത്തികളെ ദൈവം അംഗീകരിച്ച്, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ലാത്തതുകൊണ്ട്, നല്ല പരീക്ഷനായതുകൊണ്ട്, ഞാൻ കുറച്ചുകൂടെ നല്ലപോലെ ജീവിക്കുന്നുള്ളത് കൊണ്ട്, പഴയ കുറെ പാപങ്ങൾ ഇപ്പൊ ഞാൻ ചെയ്യാത്തത് കൊണ്ട് ദൈവം എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അതൊരു തെറ്റായ വിശ്വാസമാണ്. കാരണം മനുഷ്യന്റെ ഒരു പ്രവൃത്തിക്കും ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയുള്ള ഹോപ്പ് റോങ് ആണ്. അങ്ങനെയല്ല നമ്മൾ പ്രത്യാശിക്കുന്നത് എങ്ങനെയാണ്? നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളിൽ ഈ ഫിലിപ്പിയരുടെ ഉള്ളിൽ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് ഇത് അവസാനം വരെ തികയ്ക്കും. അതായത് ഇവർ ആ കൃപയുടെ പൂർണ്ണതയിൽ എത്തും. അത് എന്തുകൊണ്ട് എത്തും? ദൈവം അതിനെ പൂർത്തീകരിക്കും എന്നുള്ള കോൺഫിഡൻസിൽ നിന്നാണ് പൗലോസ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് നമുക്ക് തന്ന ആ വീണ്ടെടുപ്പിനെ ഓർത്താണ് ഈ സന്തോഷം. ആ വീണ്ടെടുപ്പിൽ കർത്താവ് ആരംഭിച്ച സൽപ്രവൃത്തി ഇവരിൽ തികയ്ക്കും എന്നുള്ളതാണ് പൗലോസ് മുൻപോട്ട് നോക്കുന്ന സന്തോഷത്തിന്റെ പൂർത്തീകരണം എന്ന് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല. നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് കർത്താവ് നമ്മളിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ദൈവകൃപയുടെ പ്രദർശനത്തെ നോക്കിക്കൊണ്ടാണ് നമ്മൾ കോൺഫിഡൻസ് ഉള്ളവരായിരിക്കുന്നത്. അതായത് ഞാൻ അവിടെ കാണും എന്നുള്ള കോൺഫിഡൻസ് എനിക്ക് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ ഒക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതാണ് എൻ്റെ കാര്യം. അതായത് പൗലോസിന്റെ
പൗലോസുമായി എന്ന് ഫിലിപ്പിയിലെ കണ്ടെത്തിയോ? അത് പൗലോസ് സ്ഥാപിച്ച സഭയാണോ എന്ന് എനിക്കറിയില്ല, വചനത്തിൽ നിന്ന് വ്യക്തമല്ല. പൗലോസും ഫിലിപ്പിയ സഭയും എപ്പോൾ കൂട്ടിമുട്ടിയോ ഒന്നാം നാൾ മുതൽ പൗലോസിന്റെ ശുശ്രൂഷകളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഫിലിപ്പിയ സഭ മുൻപിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫിലിപ്പിയ സഭ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. നമുക്ക് അവസാനത്തെ വാക്യം വായിക്കുമ്പോഴും കാണാൻ പറ്റും. ഇറ്റ് ഇസ് കൺസിസ്റ്റന്റ്. അതായത് പൗലോസ് എന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുവാൻ, അവരുടെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ, അവരുടെ കൂടെ നടക്കുവാൻ, കൂടെ അധ്വാനിക്കുവാൻ ഉള്ള ഫിലിപ്പിയ സഭയുടെ കൂട്ടായ്മയെ കുറിച്ച് നമുക്ക് കാണാം. അത് ഒന്നാം നാൾ മുതൽ ഇന്ന് വരെയും അങ്ങനെയുള്ളൊരു കൂട്ടായ്മ പൗലോസ് ഫിലിപ്പിയ സഭയുമായി അനുഭവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അത് വലിയൊരു നന്ദിക്ക് കാരണമായിട്ട് കാണാൻ കഴിയും. ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഓർത്ത് സ്തോത്രം ചെയ്യുവാനുള്ള ഒരു സാഹചര്യം കൊണ്ട് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആളുകളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആളുകൾ കടന്നു പോകുന്നു. പഴയ കാലം പോലെയല്ല. ഇന്ന് നമ്മൾ അനേകം ആളുകളാണ് ഒരു ദിവസം എൻകൗണ്ടർ ചെയ്യുന്നത്. അനേകം ആളുകളുടെ അടുത്താണ് നമ്മൾ പ്രസന്റഡ് ആകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരെ, നമ്മുടെ ചുറ്റുമുള്ളവരെ, നമ്മൾ ഇടപെടുന്നവരെ, ചിലപ്പോൾ നമ്മളെ വേദനിപ്പിച്ചവർ, ഇങ്ങനെ അനേകം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ദൈവമാണ് ഈ ആളുകളെല്ലാം സൃഷ്ടിച്ചതും ആളുകളെല്ലാം നമ്മളെ ആയിട്ട് മുട്ടിച്ചതും. നമുക്ക് അവരെ ദൈവം നൽകുകയായിരുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അവരെല്ലാം ഓർത്ത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാം നന്മയ്ക്കായിട്ടാണ് കർത്താവ് ചെയ്യുന്നത്. ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ സുവിശേഷ വേലയിൽ ഏറ്റവും കൂടുതൽ കൂട്ടായ്മ കാണിക്കുന്നത്, കൂട്ടായ്മ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ ശത്രുക്കളാണ്, നമ്മുടെ സഹോദരങ്ങളെക്കാളും. ഈ സഹോദരങ്ങൾ മിക്കവാറും ഒക്കെ സ്നേഹം കാരണം തെറ്റ് കണ്ടാലും പറയല, സാരമില്ല എന്ന് വിട്ട് കളയും. ശത്രുക്കൾ വിടുകയല്ല, തെറ്റ് കാണണ്ട, അവരതിനു മുമ്പ് തന്നെ നമ്മളെ പിടിക്കും. അപ്പൊ അത് നമ്മളെ ഒന്നും കൂടെ ശോധന ചെയ്യാനും, ഇത് ഞാൻ എവിടെയാ നിൽക്കുന്നു എന്ന് പരിശോധിക്കാനും, എൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടെത്താനും ഒക്കെ ശത്രുക്കളാണ് നമ്മളെ കൂടുതൽ സഹായിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ നമ്മളോട് എന്തെങ്കിലും ദേഷ്യപ്പെടുകയോ മോശമായിട്ട് പെരുമാറുകയോ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്നുകിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ കുഴപ്പം ഉണ്ടായിട്ടുണ്ട്, അത് പരിശോധിക്കാൻ കർത്താവിന് കൃപ തരണം. ഇനി ഒന്നും കുഴപ്പം ഉണ്ടായിട്ടില്ല, അയാളുടെ തെറ്റിദ്ധാരണയാണെങ്കിൽ കർത്താവെ എനിക്ക് അങ്ങനെയുള്ളവരോട് ക്ഷമിക്കാനും അങ്ങനെയുള്ളവരെ സ്നേഹത്തോടെ കാണാനും എൻ്റെ റെപ്യൂട്ടേഷനെ മൈൻഡ് ചെയ്യാതിരിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു ശത്രു നമ്മൾക്ക് ഒരിക്കലും ഒരു ദോഷവും ചെയ്യുന്നില്ല. പുതിയ നിയമത്തിൽ ഒരു ദോഷവും നമുക്ക് ഒരു ശത്രുവിനും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം എല്ലാം കർത്താവിന് സ്തോത്രം ഉളവാകത്തക്ക രീതിയിലാണ് വരുന്നത്. ഓക്കെ, 7-ാം വാക്യം. ഇതെല്ലാം ഒരു ആമുഖം പോലെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കൊണ്ട് അങ്ങനെ നിങ്ങൾ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ല. അപ്പൊ എന്ത് കൂട്ടായ്മയാണ് ഇവിടെ ലഭിക്കുന്നത്? നോക്കാം. പൗലോസിന് എന്ത് കൂട്ടായ്മയാണ് ലഭിച്ചത്? കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും. അപ്പോൾ കർത്താവിന്റെ കൃപയിൽ ഫിലിപ്പിയ വിശ്വാസികൾ പൗലോസിന്റെ കൂട്ടാളികളാണ്. എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഈ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലും എൻ്റെ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഞാൻ നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണിത്? ഈ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിങ്ങളെയൊക്കെയും വഹിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ സുവിശേഷ വേലയുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്ന് നമുക്ക് ഒരർത്ഥത്തിൽ ചിന്തിച്ചു നോക്കാൻ ഈ വാക്യം സഹായിക്കും. ഞാൻ പലയിടത്തും പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ പിന്നിൽ ഒരു വലിയ സംഘം വിശുദ്ധന്മാരുണ്ട്. അതിപ്പോൾ ജീവിച്ചിരിക്കുന്ന നിങ്ങളുണ്ട്. അതുപോലെ ഇതിനു മുൻപ് പോയ അവരുടെ ആത്മാക്കളിലൂടെ കറങ്ങി നടക്കുന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു. സാക്ഷ്യവും വചനവും ഇതെല്ലാം ചേർത്താണ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. റോമാലേഖനം, ഇത് പൗലോസിന്റെ കാര്യമല്ല പറയാം, എൻ്റെ കാര്യം പറയാം. പൗലോസ് ഇങ്ങനെ ആയിരുന്നില്ല, എൻ്റെ കാര്യം പറയാം. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട
റീസൺ എന്ന് പറയുന്നത്, സോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുമുണ്ട് എൻ്റെ സഹോദരങ്ങളാണ്. അത് ഇന്നും അതെ, അന്നും അതെ. അതിന്റെ കാരണം ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് റോമാലേഖനം ഒന്നിച്ചിരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. റോമാലേഖനം ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോൾ എല്ലാവരും പഠിക്കുന്നു. എല്ലാവരുടെയും ഇൻപുട്ട് അതിനകത്തുണ്ട്. അത് എന്തുമാത്രമാണെന്ന് ഓരോരുത്തർ അറിയുന്നില്ലെങ്കിലും അതാ ഇരുന്ന് സംസാരിച്ച എല്ലാവരുടെയും ഇൻപുട്ട് ഉണ്ട്. ഇതാദ്യം ഇത് തുടങ്ങുമ്പോൾ അത് ഇവിടെയും ഓങ്കോളിലും അങ്ങനെ തന്നെയായിരുന്നു, ആന്ധ്രയിലും. അപ്പോൾ ഒരു കാര്യം പ്രസ്താവിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ എൻ്റെ പുറകിലൊരു സംഘം, എൻ്റെ പുറകിലൊരു വിശുദ്ധന്മാരുടെ കൂട്ടമുണ്ടെന്ന് ഞാൻ ഹൃദയത്തിൽ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതെല്ലാവരും കൂടെ ചേർന്നുള്ളൊരു ഭാഗം മാത്രമാണ് ഞാൻ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. പാർട്ട് ഓഫ് ദിസ് മിനിസ്ട്രി. ഞാൻ പറയുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യുന്നതിനകത്ത് ഇതിൽ നിന്നുള്ള ആ ഒരു ബേർഡൻ കൂടെ വഹിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ആത്മീയ അവസ്ഥയിലും ശുശ്രൂഷയിലും കടന്നു പോകുന്നത്. ഇത് എത്ര ക്ലിയർ ആയി എന്ന് എനിക്കറിയില്ല ഈ പറഞ്ഞ കാര്യം. ഇപ്പൊ പൗലോസ് ജയിലിൽ കിടക്കുമ്പോഴും സുവിശേഷം പറയുമ്പോഴും അതിന്റെ സ്ഥിരീകരണത്തിനായി അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുമ്പോഴും എല്ലാം ഈ പൗലോസിന്റെ പിന്നിൽ ഉള്ള ഒരു വലിയ സംഘമുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട്, അവരെയും ഹൃദയത്തിൽ വഹിക്കുന്നുണ്ട്. അപ്പം അതൊരു ധൈര്യമാണ്. ഇനി ഇതിന് നെഗറ്റീവായിട്ട് പറയാം. നെഗറ്റീവായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നെഗറ്റീവായിട്ട് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും നമ്മുടെ സ്വഭാവം. ഈ നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഈ കാര്യത്തിൽ എൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡോണ്ട് എഗ്രി വിത്ത് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എൻ്റെ ശുശ്രൂഷ അത്രയും ബലഹീനമായി എന്നാണ്. കാരണം മൈ സ്ട്രെങ്ത് ഈസ് ഓൺ വൺ സൈഡ് ദ സപ്പോർട്ട് ഓഫ് ദ ചർച്ച്. ചർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ചർച്ച് എന്നുള്ളത് മാത്രമല്ല, ദ യൂണിവേഴ്സൽ ചർച്ച് ഓഫ് ദ ലോർഡ്. അതായത് ആ ചർച്ചിന്റെ വിറ്റ്നസിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്, അതിനെതിരെയല്ല നിൽക്കുന്നത്. ഇപ്പൊ ഈ ദുരുപദേശങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയറിയാം, അത് യൂണിവേഴ്സൽ ചർച്ച് എന്താണോ പഠിപ്പിക്കുന്നത് അതിന് എതിര് നിന്നുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരും നമ്മോടൊപ്പം ഒരു കളക്റ്റീവ് ടെസ്റ്റിമണിയുടെ ഭാഗമാണ് നമ്മുടെ ശുശ്രൂഷ. ഞാനിത് പറയാൻ കാരണം സത്യം നമ്മുടെ സുവിശേഷ വിഹിത സഭകളിലെല്ലാം സ്വീകരിക്കപ്പെടുന്നുണ്ട്, ഒരിടത്തും റിജക്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഒന്നോ രണ്ടോ ഞാൻ സംസാരിച്ചിട്ട് റിജക്റ്റ് ചെയ്യപ്പെട്ട 1-2 സന്ദർഭങ്ങളുണ്ട്. അത് 1-2 സന്ദർഭങ്ങളേ ഉള്ളൂ ഇത്രയും പ്രസംഗങ്ങളിടയിൽ. അതൊന്നും ഒരു ട്രഡീഷണൽ പെന്തക്കോസ്റ്റൽ ചർച്ചിൽ നിന്നായിരുന്നില്ല. അതായത് യൂണിവേഴ്സൽ ചർച്ച്, അതായത് ലോകമെമ്പാടുമുള്ള ചർച്ച്, പെന്തക്കോസ്റ്റൽസ് ആയാലും ബ്രദറിനായാലും ബാപ്റ്റിസ്റ്റ് ആയാലും വീണ്ടും ജനനത്തിലും സ്നാനത്തിലും വിശ്വസിക്കുകയും കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന സംഘങ്ങളുടെ എല്ലാവരുടെയും ഒരു വിറ്റ്നസിന്റെ ഭാഗമാണ് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരെ ഹൃദയത്തിൽ വഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനത് അർത്ഥം ഇത്തിരി എക്സ്റ്റെൻഡ് ചെയ്ത് എനിക്ക് അപ്ലൈ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കൃപയിൽ എനിക്ക് കൂട്ടാളികളായി നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിരോധം. അപ്പൊ ഒറ്റയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി പോയാലും ഒറ്റയ്ക്കല്ല, കൂടെ ആരൊക്കെയുണ്ട്? ഈ ഒരു വലിയ സംഘം വിലയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സോ ദേ ആർ ഇൻ ഹിസ് ഹാർട്ട്. അതുപോലെ തന്നെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴും ഈ അതോറിറ്റി ഉണ്ട്. ഐ എം സ്റ്റാൻഡിങ് ഫോർ ദ ചർച്ച് അലോങ് വിത്ത് ദ ചർച്ച് ആസ് എ വിറ്റ്നസ് ഓഫ് ക്രൈസ്റ്റ്. ഓക്കെ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ല. എങ്ങനെ വിചാരിക്കുന്നത്? നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അതാണല്ലോ നമ്മൾ 6-ാം വാക്യത്തിൽ കണ്ടത്. അങ്ങനെ ചെയ്യുന്നത് യോഗ്യമാണ്, കാരണം യു ആർ ഓൾവേസ് വിത്ത് മീ. 8-ാം വാക്യം, ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങൾ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. ഈ ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങൾ എല്ലാവരെയും കാണുവാൻ, അതായത് ക്രിസ്ത്യാനിക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിന്റെ ആർദ്രത എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. പാപത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം ഇദ്ദേഹത്തെ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. പക്ഷെ പിന്നെ ഞാൻ കർത്താവിൻ്റെ ആ ഒരു പരിജ്ഞാനത്തെ കുറിച്ച് ആലോചിച്ചപ്പം എനിക്ക് ഭയങ്കര പെയിനാണ് തോന്നിയത്.
അദ്ദേഹം ചെയ്യുന്ന പാപത്തിന്റെ പെയിൻ. നമ്മളൊരു പാപാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇവനൊക്കെ മര്യാദയ്ക്ക് നടക്കാതെ പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി കർത്താവിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ നടക്കാമെന്നാണോ തോന്നുന്നത്? അതോ അവനായിരിക്കുന്ന അടിമത്തത്തെ ഓർത്തിട്ട് വിഷമമാണോ തോന്നുന്നത്? എനിക്ക് കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണ്, ലോകത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഒരാളെ നോക്കിയിട്ട് എൻ്റെ ഹൃദയത്തിൽ തോന്നേണ്ട ഫീലിംഗ് എന്താണ്? ക്രിസ്തുവിന്റെ ആർദ്രത. ഇവിടെ അത് എക്സാക്ട്ലി ഫിലിപ്പിയർ അങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത്. ഈ ക്രിസ്തുവിന്റെ ആർദ്രത എന്ന് പറഞ്ഞാൽ ഒരു മകൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്ന് വേർപെട്ട ഒരുവൻ, അവൻ കർത്താവിന്റെ സാക്ഷ്യത്തിന് വിരോധമായി പ്രവർത്തിക്കുമ്പോൾ അവൻ അകറ്റി നിർത്തേണ്ടി വന്നാൽ പോലും അവനോട് നമ്മുടെ ഹൃദയത്തിനകത്ത് അവനായിരിക്കുന്ന അടിമത്തത്തിൽ, ഇപ്പം നമ്മുടെ ചുറ്റും അനേകം സഹോദരങ്ങൾ, പിള്ളേര് മയക്കുമരുന്നിന് അടിമകളായിട്ടുണ്ട്. അത് വളരെ റാമ്പൻ്റായിട്ട് പെരുകിയിട്ടുണ്ട്, ചുറ്റും വ്യാപിച്ചിട്ടുണ്ട്, ഒത്തിരി ഇടത്തുണ്ട്. വളരെ ചെറുപ്പത്തിൽ അവരുടെ ബ്രെയിൻ അടിമകളായി പോവാണ്. നീ എന്തിനാടാ മയക്കുമരുന്ന് അടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ പുറകെ പോയിട്ട് കാര്യമില്ല. കാരണം ദേ ആർ സ്ലേവ്സ്. അപ്പൊ നമുക്ക് ഒന്നാമത് ഉണ്ടാകുന്നത് ക്രിസ്തുവിന്റെ ആർദ്രതയാണ്. അവനോട് കാണുമ്പോൾ, അവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാത്സല്യം, ഇവരെങ്ങനെ രക്ഷിക്കാമെന്ന് ഹൃദയത്തിൽ തോന്നണം. അത് എല്ലാ വിശ്വാസികളെ കുറിച്ചും അങ്ങനെ തന്നെ തോന്നണം. നമുക്ക് പാപം ചെയ്യുന്നവരെ കാണുമ്പോൾ അവരുടെ അവജ്ഞ തോന്നരുത്, അവരുടെ കരുണ തോന്നണം. അവരെങ്ങനെ അവരെ വീണ്ടെടുക്കാൻ കർത്താവിനോട് അപേക്ഷിക്കത്തക്ക രീതിയിൽ ക്രിസ്തുവിന്റെ ആർദ്രത തോന്നണം. അതും മാത്രമല്ല ഇവിടെ ഉള്ളത്. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന ആ ഒരു വിഷയമല്ല. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് സഹോദരങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റെസ്പോൺസിബിലിറ്റിയും സ്നേഹവും. ആർദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറയാമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് വാംത് എന്ന വാക്കാൻ തോന്നും. വാംത് അല്ലെങ്കിൽ ലവിങ് കൈൻഡ്നെസ്. ഈ ഒരു ഹൃദയത്തിനകത്തൊരു ചൂട്, ഒരാളെ കുറിച്ചുള്ള, അവരെ കാണാൻ വേണ്ടിയുള്ള ഒരു തിടുക്കം, ഓക്കെ, ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയുള്ള ഒരു തിടുക്കം. ഒരുപക്ഷെ സൂമിലുള്ള നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകാം. നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കേരളത്തിൽ വന്നിട്ട് നമുക്ക് ഒന്നിച്ചു കൂടി ഒന്ന് സ്തോത്രം ചെയ്യണമെന്നും ഒന്നിച്ച് കണ്ടുമുട്ടണമെന്നൊക്കെ ചിലപ്പോൾ ആഗ്രഹം കാണുമായിരിക്കും, അല്ലേ? ദൂരെയുള്ളവർക്ക് അറിയാൻ വയ്യ. ഇപ്പൊ ക്രിസ്തുവിന്റെ ആർദ്രത ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. അവരെ ഒന്ന് കാണാൻ പോകണം, അവരുടെ കൂടെ ഒരു ദിവസം ചെലവഴിക്കണം എന്നൊക്കെ തോന്നും. അവരുടെ വീട്ടിലൊന്ന് പോയാൽ എത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ തോന്നും. അഫെക്ഷൻ എന്നൊരു വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ഫീലിംഗ് ഓഫ് ലവ് സാധാരണഗതിയിൽ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടിയാണ് പല സ്ഥലത്തും നമ്മൾ പോകുന്നത്. പാസ്റ്റർമാർ ഇപ്പോൾ ഒരു വീട് ഭവന സന്ദർശനം ആർദ്രത കൊണ്ടൊന്നുമല്ല. അവിടെ പോയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? കുറെ നാളായല്ലോ പോയിട്ട്, എന്നാ പോയേക്കാം. ക്രിസ്തുവിന്റെ ആർദ്രതയല്ല, അത് മെക്കാനിക്കൽ വർക്കുകളാണ്. ഈ മെക്കാനിക്കൽ വർക്കുകൾ കുഴപ്പമൊന്നുമില്ല, അവർക്ക് ആശ്വാസമൊക്കെയാണ്. പക്ഷെ അത് ആർദ്രതയിൽ നിന്ന് വന്നിരുന്നുവെങ്കിൽ എത്ര മനോഹരമാകുമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ സഹോദരങ്ങളെ കുറിച്ചുള്ള ഒരു ആർദ്ര മനസ്സ്, അത് ക്രിസ്തുവിന്റെ മനസ്സുണ്ടാവുക. ഓരോരുത്തരെ സംബന്ധിച്ചത് നല്ല മനുഷ്യരെന്നോ ചീത്ത മനുഷ്യരെന്നുള്ള നമ്മുടെ ഇവാലുവേഷൻ അപ്പുറത്ത് നമുക്ക് മനുഷ്യരോട് ആർദ്രത ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങൾ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. സോ ഇറ്റ്സ് ആൻ ഇമോഷണൽ ഫെയ്ത്ത് ഓൾസോ. ഇത് വൈകാരികമായൊരു ഫെയ്ത്തും കൂടിയാണ് കേട്ടോ ക്രിസ്ത്യ വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കസേരയിൽ പോയിരുന്ന് മെക്കാനിക്കലായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇരുന്നിട്ട് പോകല്ല. നമുക്ക് വികാരങ്ങളുടെ ഒരു വിശുദ്ധീകരണവും കൂടി ഉണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ. വിശുദ്ധമായ വികാരങ്ങൾ, അതായത് എന്തൊക്കെ വിശുദ്ധമായ വികാരങ്ങൾ? സ്നേഹം, കരുണ, ആർദ്രത. ഓക്കെ, ഇതെല്ലാം വിശുദ്ധമായ വികാരങ്ങളാണ്. അപ്പൊ നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാനും പറ്റണം. വി നീഡ് ടു എക്സ്പ്രസ് ഹൗ മച്ച് വി ഫീൽ അബൌട്ട് എ പർട്ടിക്കുലർ തിങ് ഓർ അബൌട്ട് പീപ്പിൾ. പൗലോസ് എപ്പോഴും ചെയ്യുന്നുണ്ട്. പൗലോസ് അത് എക്സ്പ്രസ് ചെയ്യാൻ ഒട്ടും മടി കാണിക്കുന്നില്ല. കർത്താവ് അങ്ങനെ തന്നെയായിരുന്നു. കർത്താവ് അവരുടെ കൂടെ കരയുകയും കുഞ്ഞുങ്ങളെ പിടിച്ച് ചേർത്ത് നിർത്തുകയും, കോഴി കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകടിയിൽ സംരക്ഷിക്കുന്ന പോലെ നിങ്ങളെ സംരക്ഷിക്കാൻ എനിക്ക് മനസ്സായിരുന്നു പറയുകയും, സ്നേഹത്തെ ശരിക്കും എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്ന കർത്താവ് നമ്മൾ കാണുന്നത്. അപ്പം പൗലോസ് അങ്ങനെ തന്നെയാണ്. പൗലോസ് എക്സ്പ്രസസ് ലവ്. അത് എന്ത് ലവ് ആണ്? ക്രിസ്തുവിലുള്ള ആർദ്രതയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് ആത്മാവിന്റെ ഒരു ഫലവും കൂടിയാണ്. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ ഓഫ് ലവ് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ. ഇമോഷണൽ ആണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. ഇമോഷൻസ് എന്ന് പറയുന്നത് ഈ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഇമോഷൻ അല്ല.
കൈയടിച്ച് തുള്ളിപ്പിച്ച് അങ്ങനത്തെ ഒരു വികാര വിക്ഷോഭമല്ല, നിയന്ത്രിതമായ ആത്മനിയന്ത്രിതമായ വികാരങ്ങളുടെ എക്സ്പ്രഷൻ. നമുക്ക് അതിലൊരു കുഴപ്പവുമില്ല. ദാറ്റ് ഇസ് നാച്ചുറൽ. ഒരാൾ മരിച്ചു പോകുമ്പം കരയുന്നത് നാച്ചുറൽ. ഒരു കുഞ്ഞുണ്ടാകുമ്പം സന്തോഷിക്കുന്നത് നാച്ചുറൽ. അത് ആത്മാവിലുള്ള സന്തോഷം കൂടെ ആയി കഴിയുമ്പം ഓക്കെ, അതിനൊരു ബ്യൂട്ടി ഉണ്ട്. ഓക്കെ, ഈ എക്സ്പ്രഷൻ, സ്പിരിച്വൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് നമുക്ക് പൗലോസ് പറയാണ്, ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങൾ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. ചില ആൾക്കാർ വിചാരിക്കുന്നത് ഈ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വളരെ ചീപ്പായി പോകുന്നതാണ്. ഇതൊക്കെ പറയുന്ന ഞാൻ ഈ എക്സ്പ്രഷന്റെ കാര്യത്തിൽ വളരെ മോശമാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒട്ടും പറ്റാത്ത ഒരാളാണ്. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് ആത്മാവിൽ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുവാൻ. ഓക്കെ, അത് ദൈവത്തിന്റെ ആത്മാവ് കുറെയൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അത് ഒന്നും ആകുന്നില്ല. കാരണം മൈ നാച്ചുറൽ ടെൻഡൻസീസ് ആർ നോട്ട് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഒരു സൈഡിൽ ഒരു ഇൻട്രോവേർട്ടിസം ഉള്ളത് കൊണ്ട് ഐ എം വെരി ലിമിറ്റഡ് ഇൻ എക്സ്പ്രസിങ് മൈ ഇമോഷൻസ് പബ്ലിക്ലി. ഓക്കെ, ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങൾ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുയേശുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് ക്രിസ്തുയേശുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം പൗലോസിന്റെ പ്രാർത്ഥനയുടെ ഒരു വ്യവസ്ഥ, പൗലോസ് പ്രാർത്ഥിക്കുന്ന അനേകം പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാ പ്രാർത്ഥനകളിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. എന്താണെന്നറിയാമോ? ഇറ്റ്സ് ദ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ ചർച്ച്. നമ്മുടെ വിശുദ്ധീകരണത്തെ സംബന്ധിക്കുന്ന പൗലോസിന്റെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ട്. നമ്മുടെ FSC ലേഖനത്തിൽ ഇതുപോലെ പ്രാർത്ഥനകൾ വായിച്ചിട്ടാണ് ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ FSC ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥന 3:16 മുതലുള്ള പ്രാർത്ഥനയിൽ കാണുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങൾ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നീളവും ഉയരവും വീതിയും ആഴവും എന്തെന്നും സകല വിശുദ്ധന്മാരോടും ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും. അപ്പോൾ അവിടെ എല്ലാം സ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴും ഈ നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ, ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ നമ്മൾ നിറയുന്നതിന് വേണ്ടി, ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയും ഒക്കെയാണ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്, അപ്പൊ ലവ് ഷുഡ് ഇൻക്രീസ്. അതെങ്ങനെ ഇൻക്രീസ് ചെയ്യണം? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വിസ്ഡത്തിലും അത് ഇൻക്രീസ് ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ സ്നേഹം അവന്റെ അതേ പരിജ്ഞാനത്തിൽ. ഇനി ഒരു പ്രത്യേകതയുണ്ട്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, യേശു ക്രിസ്തു എല്ലാവരും ഒരുപോലെയാണോ, ദൈവം എല്ലാവരും ഒരുപോലെയാണോ സ്നേഹിക്കുന്നത്? ഈ ഒരു ചോദ്യം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ദൈവത്തിന് എല്ലാവരോടും സ്നേഹമുണ്ട്. പക്ഷേ ദൈവത്തിന് പാപത്തോട് അതുപോലെ കോപമുണ്ട്. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അവന്റെ നീതിയാൽ കണ്ടീഷൻഡാണ്. നീതിയാൽ. തിരിച്ചും സ്നേഹവും നീതിയും അത് ഒരുപോലെ പോകണം. നീതിയെ കോംപ്രമൈസ് ചെയ്യാൻ കഴിയത്തില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ നീതിയെ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് കർത്താവ് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ക്രിസ്തുവിനെ പാപമാക്കി നമ്മളിൽ നീതി നൽകി. ബിക്കോസ് നീതി ഈസ് എ കണ്ടീഷൻ ദാറ്റ് ഗോഡ് കനോട്ട് കോംപ്രമൈസ്. എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു പാപിയെ നോക്കുമ്പോൾ എനിക്ക് നീതി എന്ന കണ്ടീഷൻ ഇല്ല. അതിന്റെ കാരണം ഞാനും ആ കൃപ ലഭിച്ചതിന്റെ ഭാഗമാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഒരംശം നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുമ്പം തന്നെ അത് ഭയങ്കര വലിയൊരു ഒഴുക്കാണ്. ബട്ട് ദ ലോർഡ്, ബിക്കോസ് ഈസ് റൈച്ചസ് ആൻഡ് ഹോളി, ആ സ്നേഹം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഓൾവേസ് കണ്ടീഷൻഡ് ഓൺ റൈച്ചസ്നെസ് ആൻഡ് ഹോളിനെസ്. അതിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടല്ല. പക്ഷെ ദൈവം അത്ര സ്നേഹമായതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? റിക്വയർമെന്റ് ഉണ്ടാക്കി നമ്മളെ സ്നേഹിക്കുന്നു, എഴുതി, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എഴുതിപ്പിച്ചു. അപ്പോൾ ആ ഒരു സ്നേഹം നമ്മളിലേക്ക് വരുമ്പോൾ ദൈവം കണ്ടീഷൻ അനുസരിച്ച് തന്നെയാണ് സ്നേഹിച്ചത്. പക്ഷെ നമ്മളിലേക്ക് അത് വന്നത് അൺകണ്ടീഷണൽ ആയിട്ടാണെങ്കിലും
ദൈവത്തിന്റെ സ്നേഹത്തിന് അവന്റെ നീതിയുടെയും വിശുദ്ധിയുടെയും കണ്ടീഷൻസ് എറ്റേണലി ഉണ്ട്. അവൻ അശുദ്ധമായതിനൊന്നും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. നീതി അല്ലാത്തതിനൊന്നും കർത്താവ് ഒരിക്കലും അവന്റെ നേച്ചറിൽ തന്നെ അവൻ അംഗീകരിക്കുകയുമില്ല. പക്ഷെ അവൻ നമ്മളെ അംഗീകരിച്ചു. അതാണ് ഇവിടെ ദൈവം തന്നെ ആ റിക്വയർമെന്റ് പൂർത്തിയാക്കി നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ എൻ്റെ സഹോദരനെ നോക്കുമ്പോൾ അവനെ അംഗീകരിക്കാൻ എനിക്ക് ഒരു പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമില്ല. അതിന്റെ കാരണം അവനും ഞാനും തമ്മിലുള്ള വ്യത്യാസം നിസ്സാരമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലവ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ അത് വളരണം, മനുഷ്യന്റെ പരിജ്ഞാനത്തിലല്ല. മനുഷ്യന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് കണ്ടീഷനായിട്ട് വെക്കുന്ന എന്തിനാന്ന് പറയുന്നത് നീതിയല്ല, പ്രാക്ടിക്കാലിറ്റിനെയാണ്. ഓക്കെ, നമ്മളത് വിശദമായിട്ട് ഈ സമയത്ത് ചിന്തിക്കുന്നില്ല. വി വിൽ ലുക്ക് അറ്റ് ദാറ്റ് അനദർ ടൈം. അപ്പോൾ അടുത്ത, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും. ഓക്കെ, ഈ ഭേദാഭേദങ്ങളെ വിവേചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ വളരെ സൂക്ഷ്മമായി നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ വിവേചിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, നമുക്കത് ഒരു നിമിഷം ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇങ്ങനെയാണ്: ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ളത് എപ്പോഴും കണ്ടെത്താനുള്ള ആ എബിലിറ്റിയാണ് നമ്മൾ ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ പറയുന്നത്. മൈനർ ആയിട്ടുള്ള ഡിഫറൻസസ് വരെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട ഓരോ പ്രവൃത്തിയിലും, നമ്മൾ ഇടപെടുന്ന ഓരോ സാഹചര്യത്തിലും നമുക്ക് പരിജ്ഞാനം വർദ്ധിക്കുന്നതനുസരിച്ച്, വിവേകം വർദ്ധിക്കുന്നതനുസരിച്ച് ഓരോ ഭേദാഭേദങ്ങളെ നമ്മൾ വിവേചിക്കാം. ഉദാഹരണത്തിന്, നിങ്ങളോട് ചോദിക്കുന്ന ഏവർക്കും കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്കറിയാം അവൻ കൊടുക്കുന്നത് 100% വിശ്വസ്തമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ദൈവം നിങ്ങളോട് കൊടുക്കാൻ പറഞ്ഞാൽ അത് വിവേചിച്ചുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ഐ ന്യൂ ഇറ്റ് കുഡ് ക്രിയേറ്റ് ഡിസോണസ്റ്റി, അല്ലെങ്കിൽ അവനത് വിശ്വസ്തമായിട്ടല്ല കള്ളം പറഞ്ഞാണ് വാങ്ങിക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കും, കർത്താവേ, അവൻ പറയുന്ന കള്ളമാകാനാണല്ലോ എൻ്റെ ബുദ്ധി പറയുന്നത്, ഇത് കള്ളമാകാനുള്ള എല്ലാ ചാൻസും ഉണ്ടല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കും. അപ്പൊ കർത്താവിനോട് ചോദിക്കും, കർത്താവെ, കള്ളന്മാരെ നീ എങ്ങനെയാണ് കാണുന്നത്? അപ്പൊ കർത്താവിനോട് ചോദിക്കും, ഞാൻ നിന്നെ എങ്ങനെയാ കണ്ടത്, നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇവൻ പൈസയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവൻ കൊണ്ട് പല പണികൾ ചെയ്യും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇവന് ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സപ്പോർട്ട്. കാരണം ഈ ക്രിസ്തുവിന്റെ ആർദ്രത, സ്നേഹം എന്ന പരിജ്ഞാനം, ഓക്കെ, ഇത് നമ്മുടെ മുകളിലുള്ള ഒരു റൂളായിട്ട് മാറും. ആ മുകളിലുള്ള റൂളായിട്ട് മാറുമ്പോൾ നമുക്ക് ഭേദാഭേദങ്ങളെ അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഇതെന്താ സംഭവിക്കുന്നതെന്നൊക്കെ അറിയാം, പക്ഷെ സ്റ്റിൽ വി ആർ ഷോയിങ് ലവ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രകൃതത്തിന്റെ ഭാഗമായതുകൊണ്ട്. ഇത് വിവേചനമില്ലായ്മയല്ല. വിവേചിച്ചാലും നമ്മൾ ഉപദ്രവിക്കുന്നവരോട് നന്മ ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരായതുകൊണ്ട്, ആഹാരം എന്നത് ദുഷ്ടനും ആവശ്യമായതുകൊണ്ട്, ഇത് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എഗ്രി ചെയ്യാൻ പറ്റിയാലെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കരുണയുടെ തലം എന്ന് പറയുന്നത് നമ്മുടെ പരിജ്ഞാനത്തിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ പുഷ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ ഈ ലോകത്തിന്റെ പരിജ്ഞാനത്തിനപ്പുറത്തേക്ക് ക്രിസ്തുവിന്റെ സ്നേഹവും കരുണയും നമ്മൾ പുഷ് ചെയ്യുകയും, എന്നാൽ ഈ ഭേദാഭേദങ്ങളെ നമ്മൾ കൃത്യമായി വിവേചിക്കുകയും വേണമെന്ന് നമുക്ക് വിശ്വസിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ചാറ്റിൽ ഇട്ടേക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും ദൈവം ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും തന്റെ മഴയെ പെയ്യിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇത് ഞാൻ പറയുന്നത് ബുദ്ധിയിൽ ചെയ്യാനല്ല. ഉദാഹരണത്തിന്, നമ്മുടെ കരുണയും സ്നേഹവും നമ്മൾ ഒരാളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എക്സ്റ്റെൻഡഡ് ആകുമ്പോൾ, ഓക്കെ, നമ്മൾ അവനെ എങ്ങനെ വിലയിരുത്തും എന്നുള്ളതിനേക്കാളും അപ്പുറത്തേക്ക് അത് നീങ്ങും. ആ സ്നേഹത്തിന്റെ വേറൊരു തലമാണ്. ആ തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഓക്കെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. അടുത്ത വാക്യം, ഈ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്ന് പറയുന്നതിനകത്ത് ഒരു ക്രിസ്ത്യൻ മാച്യൂരിറ്റിയുടെ ഒരു ഭാഗം കൂടെ ഉണ്ട്. അതായത്
എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ ഏതാണ് എക്സലന്റ് എന്ന് തിരിച്ചറിയാനുള്ള പരിജ്ഞാനമാണ്. നല്ലതല്ല. പണ്ട് ഞാൻ SB കോളേജ് പഠിക്കുമ്പോൾ ആദ്യം ഓറിയന്റേഷൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുക ഇയാൾ ഓർമ്മയില്ല എന്ന് പറഞ്ഞ് ഇയാൾ ഇങ്ങനെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എങ്ങനെ ഓർക്കുന്നു. അന്ന് ഈ SB കോളേജിന്റെ ലൈബ്രറി എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. എനിക്ക് അന്ന് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ലൈബ്രറിയാണ്. 5 നിലയാണ് ലൈബ്രറി. സാധാരണ നമ്മുടെ ഒരു ചെറിയൊരു ലൈബ്രറിയുടെ പേരിനുള്ള ലൈബ്രറി എന്ന് പറയും. അപ്പൊ ഇതിനൊരു പ്രത്യേക ഓറിയന്റേഷൻ ഒക്കെ ഉണ്ട്. ലൈബ്രറി എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പൊ അതിന്റെ ലൈബ്രറിയൻ ഒരച്ഛനാണ്. പുള്ളി വന്നിട്ട് പറഞ്ഞ വാക്ക് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നെവർ റീഡ് ഗുഡ് ബുക്സ്. ഇയാൾ എന്താണ് ഈ പറഞ്ഞത്? കാരണം പുള്ളി അതിനൊന്നുള്ള സമയം നമുക്കില്ല. റീഡ് ഓൺലി ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ അത്രേ സമയമുള്ളൂ. അപ്പോൾ ഗുഡ് ബുക്സിന്റെ പുറകെ പോയാൽ നിങ്ങളുടെ ടൈം മുഴുവൻ പോകും. ഗോ പിക്ക് ദ ബെസ്റ്റ്. അവിടെ തൊട്ട് അതാണ്. അത് ഞാൻ ഓർക്കുന്ന 991 ഞാൻ കേട്ടതാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ലൈഫിലും നല്ല കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാകും. പക്ഷെ ഏറ്റവും എക്സലന്റ് ആയത് ഓരോ മൊമെന്റിലും തിരഞ്ഞെടുക്കാൻ നമുക്ക് ഈ ഭേദാഭേദങ്ങളെ വിവേചിക്കാനുള്ളൊരു കഴിവുണ്ടാകണം. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ കുറച്ചുകൂടെ എക്സലന്റ് ആയിട്ടുള്ളൊരു ക്രിസ്തുവിന്റെ വഴി അതിനിടയിലൂടെ ഉണ്ട്. അത് തിരിച്ചറിയാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു സ്പിരിച്വൽ മെച്യൂരിറ്റിയുടെ ഭാഗമാണ്. അത് തിരിച്ചറിയാൻ വേണ്ടി ഒരു സെക്കൻഡ് പോലും വേണ്ട എന്ന് വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ വളർന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. അത് സ്വാഭാവിക ജീവനിലെ ഒഴുക്കായിട്ട് തന്നെ ഈ എക്സലന്റ് ആയതിനെ വിവേചിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ദാറ്റ്സ്. ഇപ്പൊ ഒരാളോട് പെരുമാറുന്ന കാര്യത്തിൽ ഞാൻ നല്ലൊരു പെരുമാറി എന്ന് പറഞ്ഞാലും അതിനകത്തൊരു എക്സലന്റ് വഴി വേറെ ഉണ്ടായിരുന്നിരിക്കാം, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ശരിയല്ലേ? ഇപ്പൊ നമ്മളൊരു കാര്യത്തിൽ ഇടപെടുമ്പം ആ കാര്യത്തിൽ നമ്മൾ നല്ലപോലെ ചെയ്തു, നോ പ്രോബ്ലം ഇൻ ദാറ്റ്. പക്ഷെ എന്നാൽ പോലും അവിടെ ഒരു കുറച്ചും കൂടെ എക്സലന്റ് ആയിട്ടുള്ള ഒരു വഴി ഉണ്ടായിരുന്നു. അത് നമുക്ക് പ്രവർത്തിച്ച് കഴിഞ്ഞിട്ടല്ല, പ്രവർത്തിക്ക് മുൻപ് ആ എക്സലന്റ് വഴി മനസ്സിലാവുക എന്നുള്ളത് നമ്മുടെ പരിജ്ഞാനത്തിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഭേദാഭേദങ്ങളെ വിവേചിക്കാനുള്ള കഴിവ് നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും. ഈ ഭേദാഭേദങ്ങളെ വിവേചിക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിവേചിക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ വരണം. അതായത് തുടക്കം നമ്മൾ ആത്മാവിനോട് ചോദിച്ച കർത്താവ് ഇതിൽ എക്സലന്റ് ആയത് എന്താണ്, ഇതിൽ എക്സലന്റ് ആയത് എന്താണ്. എന്നാൽ പിന്നീട് നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഡിസിപ്ലിൻഡ് ആകുമ്പോൾ, വെൻ വി ഗെയിൻ ദാറ്റ് വെർച്യൂ ഓഫ് സെൽഫ് കൺട്രോൾ, ആ സെൽഫ് കൺട്രോൾ അല്ല ശരിക്കും ആത്മ കൺട്രോളാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആത്മാവിന്റെ നിയന്ത്രണത്തിലാകുമ്പോൾ ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ പറ്റും. അത് എന്താ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 5-ാം അധ്യായം നമുക്ക് നോക്കാം. 5-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിൽ എബ്രായ ലേഖനം 5-ന്റെ കട്ടിയായുള്ള ആഹാരം 14-ാം വാക്യം. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി. അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ടത്, ലോകപരമായ ഒരു അഭ്യസനത്തിൽ തഴമ്പിച്ച ഇന്ദ്രിയങ്ങളാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഭയങ്കര ബുദ്ധിയാ ചില ആൾക്കാർക്ക്. ആ ബുദ്ധി ഒന്ന് അസ്തമിച്ചാൽ മാത്രമേ നമ്മുടെ ആത്മീകമായ നിയന്ത്രിതമായ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. ഈ ആത്മീക നിയന്ത്രണത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുക എന്നുള്ളത് അതൊരു വളർച്ചയുടെ ഭാഗമാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലേറ്റർ സ്റ്റേജ്. നമുക്ക് ഗ്രോത്തിൽ മെച്യൂരിറ്റിയിലാണ് സംഭവിക്കുന്നത്. എന്നാൽ നമ്മൾ തുടങ്ങുമ്പോൾ ഓരോ പ്രാവശ്യം ആത്മാവിനോട് ചോദിക്കണം, ആത്മാവേ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരട്ടെ എന്താണ് എക്സലന്റ്, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരട്ടെ എന്താണ് എക്സലന്റ്. പക്ഷെ അത് ഒരു 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 എന്താ പറയുന്നത്, ഒരു സ്ട്രഗിളാണ്. അത് എപ്പോഴും തിരിച്ചറിഞ്ഞ് പോകാൻ. എന്നാൽ നമ്മൾ മെച്യൂരിറ്റി ആയി കഴിയുമ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അപ്പം തന്നെ ആ ആത്മാവ് സഡൻലി ഡയറക്ട്ലി ഇന്ദ്രിയങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ വളരണമെന്നാണ് എബ്രായ ലേഖനം കർത്താവ് പറയുന്നത്. ഇപ്പൊ ലൈഫ് ഫോഴ്സ്ഡ് ആവില്ല. ലൈഫ് വിൽ നോട്ട് ബി
ക്രിസ്ത്യൻ ലൈഫ് വിൽ നോട്ട് ബി എ ഫോഴ്സ്ഡ് തിങ്, ഫോഴ്സ്ഡ് അപ്പോൺ മൈ മൈൻഡ്. അങ്ങനെയല്ല, അത് മൈൻഡിന്റെ തന്നെ ദാഹമായിട്ട് മാറുന്നത് സാങ്ക്ടിഫിക്കേഷന്റെ ഫലമായിട്ട് അങ്ങനെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഇന്ദ്രിയങ്ങളാൽ അറിയുന്ന ഒരു തലത്തിലേക്ക് ഈ ഭേദാഭേദങ്ങളെ വിവേചിക്കുന്ന കാര്യം, ഇന്ദ്രിയങ്ങളെ അറിയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ, ഇന്ദ്രിയങ്ങളാൽ അറിയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളരണമെന്നാണ്. അത് ലോകത്തിന്റെ ഇന്ദ്രിയങ്ങളെ കുറിച്ചല്ല പറയുന്നത്, അത് ആത്മാവിനാൽ വളർത്തപ്പെടുന്ന, പരിപാലിപ്പിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും. ക്രിസ്തുവിന്റെ നാളാവുമ്പോഴേക്കും നമ്മൾ എങ്ങനെയാകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്? നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും. ഏറ്റവും എക്സലന്റ് എടുത്താൽ മാത്രമേ നമുക്ക് ഈ നൈർമല്യത്തിലേക്കും ഇടർച്ചയില്ലായ്മയിലേക്കും ഉള്ള യാത്ര എളുപ്പമാവുകയുള്ളൂ. ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് ക്രിസ്തു യേശുവിനാൽ നീതി ഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ദൈവത്തിന് ഫലം കൊടുക്കുമാറ് മരിച്ചുയർത്തെഴുന്നേറ്റ വേറൊരുവനാകേണ്ടതിന് നാം ക്രിസ്തു മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ദൈവത്തിന് ഫലം കൊടുക്കേണ്ടതിന്. ഈ ദൈവത്തിന് നീതി ഫലം, നമ്മളിൽ ഉണ്ടാകുന്ന നീതി ഫലം, അതാ കർത്താവ് നോക്കുന്നത്. പ്രവൃത്തി വേണ്ടേ, പ്രവൃത്തി വേണ്ടേ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് നീതി ഫലം ദൈവം നോക്കിയിരിക്കുകയാണ്. വി നീഡ് ടു പ്രൊഡ്യൂസ് ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നെസ്. പക്ഷെ അതിനുള്ള വഴി എന്താണ്? അതിനുള്ള വഴി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞു വരുന്നതാണ്. നീതി ഫലം പുറപ്പെടുവിക്കാൻ നമ്മുടെ വഴി എന്ന് പറയുന്നത് നമ്മൾ അവന്റെ ആത്മാവിനാൽ വിശദീകരിക്കപ്പെടുകയും അവന്റെ സ്വഭാവം ഇന്ദ്രിയങ്ങളിലൂടെ ഫോഴ്സ്ഡ് അല്ലാതെ ജീവജല നദി പോലെ അവന്റെ സ്വഭാവം നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് ഒഴുകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നീതിയുടെ പെർഫെക്റ്റ് ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുന്നത്. ആ ഒരു ടാർഗറ്റാണ് ഒരു വിശ്വാസിക്ക് അപ്പോസ്തലന്മാർ വെച്ചിരിക്കുന്നത്. വിശ്വാസത്തിന് അനുസരണ ലഭിക്കേണ്ടതിന്, വിശ്വാസത്തിന്റെ ഫലമായ വിശ്വാസത്താൽ ലഭിക്കുന്ന നീതി ലഭിക്കേണ്ടതിന്. ഇപ്പൊ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ഫിലിപ്പിയ ലേഖനം 3:9 ഞാൻ ക്രിസ്തുവിനെ നേരേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. അപ്പൊ നമ്മൾ നീതീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ലൈഫിലെ ഓരോ മോമെന്റിലും ക്രിസ്തുവിന്റെ നീതി ഫലം അനുഭവിക്കാൻ വേണ്ടിയുള്ള വിശ്വാസത്തിന്റെ ഓട്ടത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. സോ റൈച്ചസ്നെസ്, വി ആർ ഡിക്ലെയർഡ് റൈച്ചസ്, ബട്ട് വി നീഡ് ടു ഷോ ഫോർ ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നെസ്. ആ ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത് ആത്മാവിന്റെ വിശദീകരണത്താൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ജീവന്റെ ഒഴുക്കാണ്. ആ ജീവന്റെ ഒഴുക്കിനാൽ മാത്രമാണ് നമുക്ക് ആ നീതി ഫലം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സഹോദരന്മാരെ, എനിക്ക് ലഭിച്ചത് ദൈവത്തിന്റെ മഹത്വത്തിന് പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതി ഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ പ്രാർത്ഥനയിൽ എന്തെല്ലാം ഘടകങ്ങൾ ഉണ്ടായിരുന്നു? 9, 10, 11 വാക്യങ്ങൾ ഒരു പ്രാർത്ഥനാ വിഷയമാണ്. നമുക്ക് പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താം, മറ്റുള്ളവരെ കുറിച്ചുള്ള പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താം. ഓരോരുത്തരും മെച്യൂരിറ്റി പ്രാപിക്കാൻ, ലൈഫിന്റെ ഫ്രീ ഫ്ലോ, ക്രിസ്തുവിലുള്ള ലൈഫിന്റെ ഫ്രീ ഫ്ലോ അനുഭവിക്കാൻ, ഓക്കെ, അവനിൽ പങ്കാളികളായി തീരാൻ. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നത് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പൊ എനിക്ക് ലഭിച്ചതെല്ലാം നിങ്ങൾ ഓർത്ത് വിഷമിക്കരുത്. അയ്യോ പൗലോസ് ജയിലിൽ പോയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കരുത്. കാരണം ഇതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ അനുഭവിക്കേണ്ട കഷ്ടങ്ങളാണ്. അതിനകത്ത് പൗലോസ് ജയിലിലാണ് എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കേണ്ട കാര്യമില്ല. അയ്യോ നാളെ ഞങ്ങളെ പിടിച്ചോണ്ടു പോകും. ഇപ്പൊ എവിടെയെങ്കിലും ഒരു പാസ്റ്ററെ അറസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ വാട്സാപ്പ് മുഴുവൻ ഫ്ലഡായി, അറസ്റ്റ് ചെയ്താൽ ഇന്ന് രാത്രി തന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയായി. ഒരു തെറ്റുമില്ല കേട്ടോ. അപ്പോസ്തലന്മാർ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ സഭ കൂടി നിന്ന് പ്രാർത്ഥിച്ച് അവരെ വിടുവിച്ച കഥയൊക്കെ നമുക്കുണ്ട്. പക്ഷെ പൗലോസ് ഇവിടെ പ്രസ്താവിക്കുന്നത് അതും ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടതാണെന്നാണ്. ഓക്കെ, അപ്പൊ ഇനി കള്ളത്തരം കാണിച്ചൊന്നും അകത്ത് പോകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കർത്താവിന്റെ സുവിശേഷത്തെ പ്രതി അറസ്റ്റായി പോയാൽ അവിടെ ആരെങ്കിലും കർത്താവ് കരുതിയിട്ടുണ്ടാവും ആരുടെങ്കിലും സുവിശേഷം പറയാൻ. പൗലോസിന് അതായിരുന്നു സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, റോമൻ ജയിലില്, ഞാനിങ്ങനെ പശ്ചാത്തലം ഇത് ആധികാരികമൊന്നുമല്ല, ഞാൻ കേട്ടിട്ടുള്ളതാണ്. റോമ ജയിലുകളിൽ ഇങ്ങനെ ഓരോ തടവുകാരനെ ചങ്ങലക്കിട്ടാണ് മൂന്ന് ഭാഗങ്ങളായിട്ട് ഒരു ദിവസത്തെ വിഭജിക്കുന്നു, 8 മണിക്കൂർ വെച്ച്. പറഞ്ഞു കേട്ടതാണ്.
അപ്പൊ ഓരോരുത്തരും കാവലിരിക്കും ഈ പ്രിസണേഴ്സിന്. അപ്പം പൗലോസിന് കാവലിരിക്കുന്ന ആള് 8 മണിക്കൂർ ഡ്യൂട്ടി കഴിയുമ്പം പോകും. 8 മണിക്കൂർ പൗലോസിന്റെ അടുത്ത് ഒരാൾ ഇരുന്ന അവന്റെ അവസ്ഥ എന്തായിരിക്കും? അത് ഒരു ദിവസമല്ല, അത് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് 8 മണിക്കൂർ തുടർച്ചയായിട്ട് പൗലോസിന്റെ ഇടയിൽ പോയിരുന്നുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ അടുത്ത് വന്നിരുന്ന എന്ത് സംഭവിക്കാനൊന്നും കാര്യമായിട്ട് സംഭവിക്കില്ല. പക്ഷെ പൗലോസിന്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ആ 8 മണിക്കൂർ അവർ വേറെ ഒന്നും കേൾക്കില്ല, അവർ ഈ സുവിശേഷം മാത്രം കേൾക്കും. അത് കഴിയുമ്പോൾ അടുത്ത ആൾ വരും, അത് കഴിയുമ്പോൾ അടുത്ത ആൾ വരും. ഇതിങ്ങനെ വന്ന് ഈ അകമ്പടി പട്ടാളക്കാരിൽ വിശ്വാസികളായി. അവരത് സ്പ്രെഡ് ചെയ്ത് സീസറുടെ അരമനയ്ക്കകത്ത് വരെ വിശ്വാസികളായി. അപ്പൊ നന്നായോ അകത്ത് പോയത്? ഈ അകത്ത് പോയടത്ത് അവര് ഇതായിരുന്നു പണി. എവിടെ ചെന്നാലും പിടിച്ചിട്ടില്ല, കൊല്ലുന്ന് പറഞ്ഞാലും ആ കൊല്ലാൻ വരുന്നതുകൊണ്ട് സുവിശേഷം പറഞ്ഞിരിക്കും. അതായിരുന്നു പൗലോസിന്റെ ലൈഫ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു മാതൃക ഉണ്ടാവില്ല. കാരണം പൗലോസിനെ അന്ന് കർത്താവ് എഴുന്നേൽപ്പിച്ച് അതുപോലൊരു മാതൃകയാക്കി, ഒന്നിനെയും ഭയപ്പെടാത്തവനാക്കി, സ്വന്തം ശരീരത്തെ മരണത്തിന് വിട്ടുകൊടുക്കുക. പലപ്പോഴും പ്രാണഭയത്തോടെ വിട്ടുകൊടുക്കുന്നു. അത് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, പ്രാണഭയത്തിനെ ഏൽപ്പിക്കുക. അതായത് ഒരാൾ ഒന്ന് കൊല്ലുമെന്ന് മനസ്സിലായിക്കൊണ്ട് പ്രാണഭയത്തോടെ വിറച്ചോണ്ട് അങ്ങ് വിട്ടുകൊടുക്കുക. കൊന്നോളാൻ പറഞ്ഞു. അത് പേടിയില്ലാതെ തന്റെ ഇടത്തിലല്ല, ബലഹീനതയിൽ. അപ്പോൾ ഈ ഒരു അപ്പോസ്തല, നമ്മുടെ ഈ സഭകളൊക്കെ സ്ഥാപിക്കപ്പെടാനും പരിപാലിക്കപ്പെടാനും വളർത്തപ്പെടാനും വേണ്ടി അപ്പോസ്തലന്മാർ അനുഭവിച്ചത് എന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. നമ്മൾ ഇന്ന് ഓരോ സമയത്തും സുവിശേഷകരും വിശ്വാസികളും കംഫർട്ടിൽ നിന്ന് കംഫർട്ടിലോട്ട് പോകുമ്പോൾ തിരിച്ചു ചിന്തിക്കേണ്ട സമയമാണ്. നമ്മൾ തിരിച്ചിറങ്ങേണ്ട, കഷ്ടതയിലേക്ക് ഇറങ്ങേണ്ട ഒരു സമയം കൂടിയാണ് ഇതെന്ന് നമ്മൾ ഈ പൗലോസിന്റെ ലൈഫിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവരാരും ഒന്നും നേടാതെ അസ്തമിച്ചു പോവുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നുവെന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും വെളിപ്പെട്ടു വന്നു. അപ്പോൾ ക്രിസ്തു നിമിത്തമുള്ള ബന്ധനമാണിതെന്ന് ഈ അകമ്പടി പട്ടാളക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇവരുടെ ഇടയിൽ ഒരു സുവിശേഷം വ്യാപിക്കാം. അപ്പൊ ജയിലിൽ ഉണർവ് അയക്കാൻ ആരെ അയച്ചു? കർത്താവ്. അവിടെ ആരോഗ്യമോ കാണാൻ വേണ്ടി. നമ്മളിപ്പോ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ അതിനർത്ഥം ദൈവം അവിടെ ആരോഗ്യമോ നമുക്കായി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എവിടെ ചെന്നാലും അങ്ങനെയാണ്. നമ്മളെ അവിടെ വിടുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. someone is there, the Lord is preparing us for him. ഓക്കെ, അപ്പൊ അതും ഒരു പ്രാർത്ഥനാ വിഷയമാണ്. ഞാൻ ആലോചിക്കായിരുന്നു, ഈ പുതിയ നിയമത്തിലുള്ള പ്രാർത്ഥനകളെല്ലാം കൂടെ ഒന്ന് ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളൊരു അപ്പോസ്തലികമായ ഒരു മാതൃക കിട്ടുമായിരുന്നു. കൊളോസി ലേഖനത്തിലുള്ള പ്രാർത്ഥന, എഫേസ്യ ലേഖനത്തിലുള്ള പ്രാർത്ഥന, ഓൾ ദ പ്രേയേഴ്സ് അതൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ അതിന്റെ കണ്ടന്റ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു സഹോദരനെ കാണുമ്പോൾ, അല്ലെ സ്വന്തം ആത്മീക വർദ്ധനയ്ക്ക് വേണ്ടി, അല്ലെ സുവിശേഷീകരണത്തിന് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് ഈ വാക്യങ്ങളിലൂടെ കുറെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രചോദനം തോന്നുവാണെങ്കിൽ യു മേ കൈൻഡ്ലി ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു.